നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ? എനിക്കറിയില്ല ഉണ്ടാക്കാൻ, പക്ഷെ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ബൂമ്പയുടെ ഒരു വീഡിയോ കാണുന്നത്, കുക്കർ ബിരിയാണി. കണ്ടപ്പോൾ അത്യാവശ്യം സിമ്പിളായി തോന്നി, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് ബൗളിലേക്ക് നമുക്ക് ചിക്കൻ ഇടാം. ചിക്കൻ ഇവിടെ ഞാൻ ബിരിയാണി കട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മളിതാ ഒരു 1 kg ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഗൈസ്, അടുത്തായിട്ട് നമുക്ക് കുറച്ച് സവോള പുള്ളി കുനുകുനാന്ന് അരിഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുനുകുനാന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ആഡ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു, ചെറുതാക്കി അരിയണമെന്നാണ് പറഞ്ഞത്, പക്ഷെ ഞാൻ അരിഞ്ഞപ്പോൾ അത്ര ചെറുതായില്ല. അപ്പോൾ തക്കാളിയും സവോളയും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയതാണ്. ഇത് നമുക്ക് ആവശ്യത്തിന് ആഡ് ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പം ഇതാണോ ആവശ്യത്തിന് എനിക്ക് അറിയത്തില്ല, ഞാൻ എന്തായാലും ആഡ് ചെയ്യാൻ പോവാ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. കുറച്ച് മതി എന്നാണ് പറഞ്ഞത്, കുറച്ച് മാത്രം ഇട്ട് നോക്കാം. ഇച്ചിരിയും കൂടെ അല്ലേ ഗൈസ്? എനിക്ക് കുറച്ചും കൂടെ വേണമെന്ന് തോന്നുന്നു, അറിയത്തില്ല. ഇനി ഗൈസ്, നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്യണം. അപ്പൊ നമുക്കത് ആഡ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന കുറച്ച് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ലേശം ഉപ്പിടാം. ഇവിടെ നമ്മൾ പിങ്ക് സോൾട്ടാണ് യൂസ് ചെയ്യുന്നത്, അതാണ് പിങ്ക് കളറിലിരിക്കുന്നത്. ഉപ്പ് എനിക്ക് കുറച്ചുകൂടി ഇടണമെന്ന് തോന്നുന്നു. ഗൈസ്, ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ തൈരാണ്. അപ്പോൾ നമുക്ക് തൈര് ഒഴിക്കാം. തൈര് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങ് ഒഴിക്കാം, ഒരു ഏകദേശ കണക്കിന് ഒഴിക്കാം. എല്ലാ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആവണ്ടേ, അതിനായിരിക്കും. ഗൈസ്, അടുത്തായിട്ട് നമ്മൾ ഒഴിക്കേണ്ട സാധനമാണ് ലൈം ജ്യൂസ്. ലൈം നമുക്ക് അങ്ങ് ഒഴിക്കാം. എൻ്റെ കയ്യിൽ നിന്ന് ഒരുപോലെ വരുന്നില്ല, അത് കുഴപ്പമില്ല. ഒരു ഫുൾ ലൈം ഒഴിച്ചോളാന്നാണ് പറഞ്ഞത്. നമുക്ക് അതുപോലെ തന്നെ ഒഴിക്കും. ഇനി നമുക്ക് വേണ്ടത് കരിവേപ്പില. അപ്പം കരിവേപ്പില ഇടാം. ഇത്ര മതിയോന്ന് എനിക്കറിയില്ല, ഇനി ഉണ്ട്, വേണമെങ്കിൽ എടുത്തിടാം. അപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കഴിഞ്ഞുള്ളൊരവസ്ഥയാണിത്. അപ്പോൾ അടുത്തായിട്ട് നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്യേണ്ടത്. ഇനി ഞാൻ സ്പൂണൊക്കെ എടുത്തിട്ട് വരണോ? കൈ കൊണ്ടൊക്കെ ചെയ്താൽ പോരെ? കൈ വീണ്ട് തന്നെ ചെയ്യുന്നത്, വൃത്തിയൊക്കെ ഉണ്ട്. ഇതൊന്നും നമുക്ക് ശരിയായില്ല ഗൈസ്. നമുക്കിത് ഇങ്ങനെ കൂട്ടി പിടിക്കുന്നതല്ലേ നമ്മുടെ സുഖം. ഈ പാത്രം ആക്ച്വലി ചെറുതാണ്, കുറച്ചുകൂടെ വലിയ പാത്രത്തിൽ ചെയ്യണം. ചുറ്റുപാടെല്ലാം വൃത്തികേടായെങ്കിലും നമ്മുടെ എല്ലാം നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്തായിട്ട് കുക്കറിലേക്ക് നമ്മളിപ്പം ചെയ്ത് വെച്ചേക്കുന്ന എല്ലാം ചേർക്കാം. ഇപ്പം നമ്മൾ ചിക്കനെല്ലാം ഇത് കുക്കറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അടുത്തതായി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഗീ ആണ്. ഗീ ബൂമ്പ പറഞ്ഞത് ഇഷ്ടം പോലെ ഗീ ആഡ് ചെയ്തോളാനാണ്, പക്ഷെ അങ്ങനെ ബൂമ്പ പറഞ്ഞ പോലെ ആഡ് ചെയ്ത് ഗീ ചേർത്ത് കഴിഞ്ഞാൽ അമ്മ വൈകുന്നേരം വരുമ്പോൾ എന്നെ ശരിയാക്കും. നമുക്ക് നമ്മുടെ ഒരു അളവിൽ ചേർക്കാം. ബൂമ്പയുടെ ഗീ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നല്ലോ, എൻ്റെ ഗീ ഇങ്ങനെ വരാത്ത. ഓക്കെ, വെയിറ്റ്, സ്പൂൺ എടുത്തിട്ട് വരാം. ഒരു സ്പൂൺ ഇട്ടേക്കാം. ഗീ അല്ലേ, വേറെ ഒന്നും അല്ലല്ലോ, തീരിട്ട ഗീയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് റൈസിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. സത്യം പറഞ്ഞാൽ അതാണ് എൻ്റെ പേടി, എന്താവും അറിയത്തില്ല. നോക്കാം. അപ്പം നമ്മൾ ഇത്രയും ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് പാനിലേക്ക് നമുക്ക് നെയ്യ് ഒഴിക്കാം. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന RKG നെയ്യാണ്. ഇതിൽ കുറച്ച് കൂടുതൽ ഒഴിച്ചേക്കാം, മറ്റേതിൽ നമ്മൾ ഇച്ചിരി പിടിച്ചെങ്കിലും. എനിക്കറിയില്ല, അമ്മയെന്ന് തന്നെ ശരിയാക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന് ഒഴിക്കുകയാണ്. ടേസ്റ്റ് വരണം, എന്തൊക്കെ കളിച്ചാലും നമ്മൾ ടേസ്റ്റ് വരണം, അത്രേ ഉള്ളൂ. എന്ത് പോയാലും കുഴപ്പമില്ല, നമുക്ക് ടേസ്റ്റ് വരണം. പിന്നെ ഇതിലേക്ക് നമുക്ക് അടുത്തായിട്ട് കുറച്ച് പട്ട, കയാമ്പു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിടാം. നമ്മുടെ കയ്യിലുള്ളതൊക്കെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഗൈസ്, നമുക്കിനി അടുത്തായിട്ട് അടുപ്പ് കത്തിക്കണം. അടുപ്പ് കത്തിക്കാൻ ലൈറ്ററും കാണുന്നില്ല, തീപ്പെട്ടിയും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. എവിടെയാണ് ഇതൊക്കെ എന്ന് എനിക്കറിയത്തില്ല. യെസ്, കത്തിയിരിക്കുന്നു. അപ്പോൾ സിമ്മിൽ വെച്ചിട്ട് നമ്മൾ ഈ പാൻ എടുത്ത് ഇങ്ങോട്ട് വയ്ക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിനി ഒന്ന് വഴറ്റണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് നമുക്ക് സവോള കുറച്ചിരിപ്പുണ്ട്, അതോടെ എടുത്ത് ഇതിലേക്ക് ഇടണം. ഹൈയിൽ വെച്ച് ചൂടാക്കാം. ഗൈസ്, ഇത് ചൂടായി വരുന്നുണ്ട്. നമുക്കപ്പോൾ കുറച്ച് സവോള ഇതിലേക്ക് ഇടാം. നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിലേക്ക് കുറച്ചിട്ടൊന്ന് ബ്രൗണിഷ് ആക്കണം, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഗൈസ്, നമ്മളിപ്പോൾ ആക്ച്വലി ആ റൈസ് കുക്കറിലേക്ക് മാറ്റി കുക്കറിൽ വെച്ചു. അത് കാണിക്കാൻ പറ്റിയില്ല, കാരണം ഫോണിൽ ചാർജ് തീർന്നു. ഇപ്പോൾ ഞാൻ നോക്കുവാണെങ്കിൽ കാണാം, കുക്കറിൽ ഇപ്പം സംഭവം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ബിരിയാണിയുടെ ആദ്യത്തെ വിസിൽ വേണ്ടി കാത്തിരിക്കുകയാണ്. ചെറിയൊരു പ്രശ്നം പറ്റിയ എന്താണെന്ന് വെച്ചാൽ, എനിക്കറിയില്ലായിരുന്നു വിസിലടിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം, പിന്നെയാണ് വെയിറ്റ് ചെയ്യേണ്ടതെന്ന്. ഞാൻ വിചാരിച്ച് വിസിലടിക്കാൻ എന്തായാലും 10-20 മിനിറ്റ് എടുത്ത്. എന്നാൽ അത് കഴിഞ്ഞപ്പം പോരാന്ന് വിചാരിച്ച് ഞാൻ വിസിലടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പോയി ഇത് വലിച്ചൂരി. അപ്പം
ഷൂന്ന് കാറ്റ് പോയി. എനിക്ക് പേടി ഇതെങ്ങാൻ പൊട്ടിത്തെറിക്കുമെന്ന്. ആദ്യമായിട്ടല്ലേ, ഞാൻ പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിച്ചാൽ എനിക്കൊന്നും പറ്റാതിരിക്കാനായിട്ട് ഞാൻ അടുക്കളയുടെ പുറത്ത് പോയി അടുക്കളയൊക്കെ അടച്ചിട്ട് പൊട്ടിത്തെറിച്ചാൽ ഇതിന്റെ അകത്തല്ലേ തെറിക്കുള്ളൂ. അങ്ങനെ പക്ഷെ പൊട്ടിയും തെറിച്ചില്ല. പക്ഷെ വേവിന്റെ കാര്യത്തിൽ ഇപ്പൊ ഒരു സംശയമുണ്ട്, അറിയില്ല. ഞാൻ അത് കഴിഞ്ഞിട്ട് വിസിലില്ലാണ്ട് കുറെ നേരം വെച്ചു. ഇപ്പം എന്താവുന്ന അറിയത്തില്ല, നോക്കാം. ഇതാണ് ഗൈസ് ഇപ്പോഴത്തെ അവസ്ഥ. എന്താണെന്ന് എടുത്തു കഴിയുമ്പോൾ അറിയാം. നല്ല ഫ്ലേവർ ഉണ്ട് ഗൈസ്. എന്താവും എനിക്കറിയില്ല, കഴിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം. ഗൈസ് ഇത് ശരിക്കും ബിരിയാണി ആയി കേട്ടോ. ഇപ്പോൾ ബൂമ്പ പറഞ്ഞ് ശരിയാണ്, ഇത് ശരിക്കും ബിരിയാണി ആയി. നമ്മുടെ കുക്കർ ബിരിയാണി ആണല്ലോ, നോർമൽ ബിരിയാണി പോലെ തന്നെയാണ്. ഇത് ചിക്കൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, നല്ല വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് റൈസിൻ്റെ കൂടെ കഴിച്ച് നോക്കാം. അല്ലോ വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച് വെന്ത് കാണില്ല, പക്ഷെ ശരിക്കും വന്നിട്ടുണ്ട്. സെറ്റാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ബിരിയാണി സംരംഭം വിജയകരമായി പൂർത്തിയായിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ അവസാനം വരെ കണ്ടെങ്കിൽ വളരെയധികം നന്ദി. ഇനി ഞാൻ ഇതുപോലെ വീഡിയോസ് ആയിട്ട് വരാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.